കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മുണ്ടക്കയം പാടം. വേനൽക്കാലം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയം. പാടത്തെ മണ്ണ് വെയിലുകൊണ്ട് വറ്റി വരണ്ട് വിണ്ടുകീറിക്കിടക്കുന്നു. കാലുകൾ നിലത്തമർത്തുമ്പോൾ ഉണങ്ങിയ മൺകട്ടകൾ പൊടിയുന്ന ശബ്ദം കേൾക്കാം. വൈകുന്നേരത്തെ 4 മണി വെയിലിന് പോലും ഉച്ചസമയത്തെ ചൂടിൻ്റെ കാഠിന്യമുണ്ടായിരുന്നു. ഞാനും അപ്പുവും സുമേഷും രാഹുലും ആ പാടത്തിൻ്റെ ഒരറ്റത്ത് വിയർത്തു കുളിച്ച് നിൽക്കുകയാണ്. വിക്കറ്റിന് പിന്നിൽ നിന്ന് നോക്കിയാൽ ദൂരെ ചക്രവാളത്തിൽ സൂര്യൻ ഒരു ഓറഞ്ച് ഗോളമായി താഴാൻ തുടങ്ങുന്നത് കാണാം. പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധ അതൊന്നുമല്ല. കളി അതിൻ്റെ ഏറ്റവും വാശിയേറിയ ഘട്ടത്തിലാണ്. എടാ നന്ദു, എറിയുന്നെങ്കിൽ എറിയേ, വെയിൽ പോകാറായി. സുമേഷ് ബാറ്റിംഗ് ക്രീസിൽ നിന്ന് വിളിച്ചു കൂവി. ഞാൻ പന്ത് കൈക്കുള്ളിലിട്ട് കറക്കി. വിരലുകൾക്കിടയിലെ വിയർപ്പ് പന്തിൻ്റെ ഗ്രിപ്പിനെ വഴുതിപ്പിക്കുന്നുണ്ട്. പാടത്തിൻ്റെ തെക്കേ അതിരിലുള്ള ഒഴുകുന്ന പുഴയിൽ നിന്നുള്ള കാറ്റ് വന്നെങ്കിലും അതിന് തണുപ്പുണ്ടായിരുന്നില്ല. വായുവിൽ പോലും ഒരു തരം മടുപ്പിക്കുന്ന ചൂട് തങ്ങി നിൽക്കുന്നു. നീ നോക്കി നിൽക്കാതെ എറിയടാ. വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിൽക്കുന്ന അപ്പു അക്ഷമനായി. ഞാൻ ഓടി. പാടത്തെ വിള്ളലുകളിൽ കാൽ കുടുങ്ങാതെ ശ്രദ്ധിച്ച് ക്രീസിലേക്ക് ചാടിക്കയറി പന്തെറിഞ്ഞു. സുമേഷ് അത് ഓഫ് സൈഡിലേക്ക് തട്ടിയിട്ടു. ഒരു റൺ. കളി തുടർന്നുകൊണ്ടിരുന്നു. സമയം 5:30 കഴിഞ്ഞു. പാടത്തിനു ചുറ്റുമുള്ള തെങ്ങുകൾക്ക് മുകളിലൂടെ നിഴലുകൾ നീണ്ടു തുടങ്ങി. ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ചകലെയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബഹളമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കാനില്ല. ഇടയ്ക്കിടെ ദൂരെ റെയിൽപാളത്തിലൂടെ ട്രെയിൻ പോകുന്നതിൻ്റെ ഇരമ്പം മാത്രം കേൾക്കാം. പക്ഷേ ഈ പാടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തെക്കേ മൂലയിൽ പാടം അവസാനിക്കുന്നിടത്ത് ആരും അധികം ശ്രദ്ധിക്കാത്ത, എന്നാൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ആ വലിയ പാലമരം നിൽക്കുന്നത്. പണ്ടെപ്പോഴോ ഇടിമിന്നലേറ്റ് പാതി കരിഞ്ഞുപോയ, എന്നാൽ ഇന്നും തഴച്ചു വളരുന്ന വിചിത്രമായ രൂപമുള്ള ഒരു മരം. അതിൻ്റെ വേരുകൾ മണ്ണിന് പുറത്തേക്കുന്തി വലിയ പെരുമ്പാമ്പുകളെ പോലെ പടർന്നു കിടക്കുന്നു. സന്ധ്യ മയങ്ങിയാൽ നാട്ടുകാരും ആ വഴി നടക്കാറില്ല. അത് മൂദേവികളുടെ താവളമാണ് എന്നാണ് കാരണവന്മാർ പറയാറ്. പണ്ട് ആ മരത്തിൻ്റെ ജില്ലയിൽ തൂങ്ങി മരിച്ച ഒരു കള്ളുചെത്തുകാരൻ്റെ കഥയും നാട്ടിലുണ്ട്. ഞങ്ങൾ പുതിയ തലമുറക്കാരായതുകൊണ്ട് ഇത്തരം കഥകളൊന്നും കാര്യമായി എടുക്കാറില്ല. എങ്കിലും ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കുമ്പോൾ അറിയാതെ ഒരു ഭയം മനസ്സിൽ തോന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിക്കറ്റ് കുത്തിയത് മരത്തിൻ്റെ വിപരീത ദിശയിലായിരുന്നു. പന്ത് അങ്ങോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു. സമയം 6:30 സൂര്യൻ പൂർണ്ണമായും മറഞ്ഞു. ആകാശത്ത് ചുവപ്പും വയലറ്റും കലർന്ന നിറം പടർന്നു. വെളിച്ചം വല്ലാതെ കുറഞ്ഞു തുടങ്ങി. ഇനി ബോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നമുക്ക് നിർത്താം, ഞാൻ പറഞ്ഞു. എൻ്റെ തൊണ്ട വരണ്ടിരുന്നു. വിയർപ്പ് ഉപ്പിൻ്റെ രുചിയോടെ ചുണ്ടിലേക്ക് ഒഴുകിയിറങ്ങി. ഒരു ഓവർ കൂടി, ഒരേ ഒരു ഓവർ. അപ്പു വിടുന്ന മട്ടില്ല. അവനാണിപ്പോൾ ബോൾ ചെയ്യുന്നത്. രാഹുലാണ് ബാറ്റിങ്ങിൽ. രാഹുൽ നല്ല ഫോമിലാണ്. കഴിഞ്ഞ 2 ബോളും അവൻ ബൗണ്ടറി കടത്തിയിരുന്നു. ശരി, വേഗമേറി, ഞാൻ സമ്മതിച്ചു. അപ്പുവിൻ്റെ ആദ്യത്തെ 3 പന്തുകൾ രാഹുൽ പ്രതിരോധിച്ചു. 4ാമത്തെ പന്ത് വൈഡായി. പാടത്തിപ്പോൾ നേരിയ ഇരുട്ടു വീണു തുടങ്ങിയിരിക്കുന്നു. ദൂരെ വീടുകളിൽ ലൈറ്റുകൾ തെളിയുന്നത് ചെറിയ പൊട്ടുകൾ പോലെ കാണാം. കാറ്റിൻ്റെ ഗതി മാറി. പുഴയിൽ നിന്നുള്ള കാറ്റിന് ഇപ്പോൾ വല്ലാത്തൊരു തണുപ്പുണ്ട്. അത് വിയർത്ത ശരീരത്തിൽ തട്ടുമ്പോൾ ഒരു വിറയൽ തോന്നും. ലാസ്റ്റ് ബോൾ, അപ്പു വിളിച്ചു പറഞ്ഞു. അവൻ ആവതുള്ള ശക്തി മുഴുവനെടുത്ത് ഓടി വന്നു. കൈ ചുഴറ്റി പന്തെറിഞ്ഞു. രാഹുൽ അത് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. അവൻ ക്രീസിൽ നിന്ന് അല്പം മുമ്പോട്ടിറങ്ങി ബാറ്റ് ശക്തിയായി വീശി. ബാറ്റിൽ പന്ത് കൊണ്ട ശബ്ദം പാടത്ത് മാറ്റുലി കൊണ്ടു. അതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നില്ല. ബാറ്റിൻ്റെ എഡ്ജിൽ തട്ടിയ പന്ത് നിയന്ത്രണം വിട്ട് വായുവിലൂടെ ഉയർന്നു പൊങ്ങി. ഞങ്ങളെല്ലാവരും ആ പന്തിൻ്റെ സഞ്ചാരപഥം നോക്കി നിന്നു. അത് നേരെ പോയത് ഞങ്ങളുടെ പേടി സ്വപ്നമായ ആ പാലമരത്തിന് നേരെയായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ വെളിച്ചം കടക്കാത്ത കാട് പിടിച്ച് കിടക്കുന്ന കുറ്റിക്കാട്ടിലേക്ക് പന്ത് ചെന്ന് വീണു. ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ടു. പിന്നെ നിശബ്ദത. അതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആരവം പെട്ടെന്ന് നിലച്ചു. പാടത്ത് പെട്ടെന്നൊരു മൂകത വന്ന് നിറഞ്ഞു. ചീവീടുകളുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടു. ഞങ്ങൾ 4 പേരും പരസ്പരം നോക്കി.
ആരും അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. ആ മരച്ചുവട്ടിലിപ്പോൾ കൂരിരുട്ടാണ്. എന്താണ് അങ്ങോട്ടടിച്ചത്? അപ്പു ദേഷ്യത്തോടെ ചോദിച്ചു. നീ എന്തിനാ പന്ത് അങ്ങോട്ട് എറിഞ്ഞത്? രാഹുലും വിട്ടുകൊടുത്തില്ല. ഇനിയിപ്പോൾ ആരെടുക്കും? പുതിയ ബോളാ, സുമേഷ് ഓർമ്മിപ്പിച്ചു. ഞാൻ പാലമരത്തിലേക്ക് നോക്കി. ഇരുട്ടിൽ അതൊരു ഭീമാകാരനായ രാക്ഷസനെ പോലെ തോന്നി. അതിൻ്റെ ചില്ലകൾ കാറ്റിൽ ആടുന്നുണ്ടായിരുന്നില്ല. അവിടെ കാറ്റില്ലാത്തതുപോലെ. ഞാൻ പോവില്ല, ഞാൻ തീർത്തു പറഞ്ഞു. അവിടെ പാമ്പുണ്ടാകും. പാമ്പല്ല, നിനക്ക് പേടിയാ, അപ്പു പരിഹസിച്ചു. എന്നാ നീ പോയി എടുക്ക്, ഞാൻ പറഞ്ഞു. അപ്പു ഒന്ന് പരിങ്ങി. അവനും പേടിയുണ്ട്. ഒടുവിൽ പന്തടിച്ച രാഹുൽ തന്നെ മുന്നോട്ട് വന്നു. ശരി, ഞാൻ തന്നെ പോകാം, പേടിത്തൊണ്ടന്മാർ. അവൻ ബാറ്റും പിടിച്ച് അങ്ങോട്ട് നടന്നു. രാഹുൽ നടന്നു നീങ്ങുന്നത് ഞങ്ങൾ നോക്കി നിന്നു. പാടത്തിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെ അവൻ നടന്നു. ഇരുട്ട് കനത്തതുകൊണ്ട് അവൻ്റെ രൂപം ഒരു നിഴൽ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പാലമരത്തിനടുത്തെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. ടോർച്ചുണ്ടോ? അവൻ വിളിച്ചു ചോദിച്ചു. ഇല്ല, ഫോണിലെ ലൈറ്റ് അടിക്കേ, ഞാൻ മറുപടി കൊടുത്തു. അവൻ പോക്കറ്റിൽ കൈയിട്ടു. പെട്ടെന്ന് എടുത്തിട്ടു വാ, അപ്പു പറഞ്ഞു. രാഹുൽ വീണ്ടും നടന്നു. അവൻ ആ കുറ്റിക്കാട്ടിലേക്ക് കയറി. മരത്തിൻ്റെ വലിയ വേരുകൾക്കിടയിലൂടെ അവൻ നടക്കുന്നത് അവ്യക്തമായി കാണാമായിരുന്നു. പിന്നെ അവൻ ഇരുട്ടിലേക്ക് പൂർണ്ണമായും മറഞ്ഞു. ഞങ്ങൾ 3 പേരും പിച്ചുകുത്തിയ സ്ഥലത്ത് തന്നെ നിന്നു. സമയം കടന്നുപോയി. 1 മിനിറ്റ്, 2 മിനിറ്റ്. ഇവനിതെവിടെ പോയി? ബോൾ കണ്ടു കാണില്ലേ? സുമേഷ് അക്ഷമനായി. കാണുമായിരിക്കും, അവിടെ ഭയങ്കര കാടാ, ഞാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞു. അവിടെ നിന്ന് ഒരനക്കവും കേൾക്കുന്നില്ല. സാധാരണ പന്ത് കിട്ടിയാൽ അവൻ ഉറക്കെ വിളിച്ചു പറയേണ്ടതാണ്. ഇതിപ്പോൾ ഒരു ശബ്ദവുമില്ല. പാടത്തെ നിശബ്ദത ഞങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കി തുടങ്ങി. ദൂരെ എവിടെയോ ഒരു നായ കുരയ്ക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ശബ്ദങ്ങളില്ല. രാഹുലേ, അപ്പു കൈകൾ വായ്ക്ക് ചുറ്റും വെച്ച് ഉറക്കെ വിളിച്ചു. ശബ്ദം പാടത്ത് മുഴങ്ങി, പക്ഷെ മറുപടി വന്നില്ല. എടാ രാഹുലേ, ഞാനും വിളിച്ചു. പാലമരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവുമില്ല. എടാ, അവന് വല്ലതും പറ്റിക്കാണുമോ? പാമ്പു വല്ലതും? സുമേഷിൻ്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞിരുന്നു. മിണ്ടാതിരിക്കെ, ഞാൻ അവനെ വിലക്കി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞങ്ങൾ 3 പേരും പതുക്കെ നടന്നു തുടങ്ങി. ഓരോ അടി വയ്ക്കുമ്പോഴും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. മരത്തിനടുത്തെത്താറായപ്പോൾ അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മാറ്റം തോന്നി. അവിടെ വായുവിന് കനം കൂടുതലായിരുന്നു. ഒരുതരം പഴകിയ പൂക്കളുടെ മണം അവിടെ തങ്ങി നിൽക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നി. പാലപ്പൂവിൻ്റെ മണം. പക്ഷെ ഇപ്പോൾ പാല പൂക്കുന്ന കാലമല്ല. ഞങ്ങൾ കുറ്റിക്കാടിന് 10 അടി അകലെ എത്തി നിന്നു. രാഹുലേ, അപ്പു വീണ്ടും വിളിച്ചു. ഇത്തവണ ശബ്ദം അല്പം താഴ്ത്തിയാണ് വിളിച്ചത്. പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു അനക്കം കേട്ടു. ഉണങ്ങിയ ചില്ലകൾ ഒടിയുന്ന ശബ്ദം, ഇലകൾ വകഞ്ഞു മാറ്റുന്ന ശബ്ദം. ഞങ്ങൾ ശ്വാസമടക്കി പിടിച്ച് നിന്നു. ഇരുട്ടിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. രാഹുൽ. അവൻ പതുക്കെ നടന്നു വരുന്നു. തല കുനിച്ചാണ് നടക്കുന്നത്. കയ്യിലാ ചുവന്ന ക്രിക്കറ്റ് പന്തുണ്ട്. അമ്മോ, നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, സുമേഷ് ആശ്വാസത്തോടെ പറഞ്ഞു. എന്താടത്ര താമസിച്ചേ? രാഹുൽ മറുപടി പറഞ്ഞില്ല. അവൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ നടപ്പിൽ എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. അവൻ കാലുകൾ നിലത്തുറപ്പിക്കാതെ ഒഴുകി വരുന്നത് പോലെ. ഇരുട്ടായതുകൊണ്ട് എനിക്ക് തോന്നിയതാകാം. അവൻ ഞങ്ങളുടെ തൊട്ടടുത്തെത്തി. തല ഉയർത്തി നോക്കി. അവൻ്റെ മുഖം വല്ലാതെ വിളറിയിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ വീണതുപോലെ. മുടിയാകെ അലങ്കോലമായി കിടക്കുന്നു. എന്താടാ പറ്റിയേ? പാമ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. അവൻ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. പിന്നെന്താ? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, ബോൾ തിരഞ്ഞതാ. അവൻ്റെ ശബ്ദം വല്ലാതെ മാറിയിരുന്നു. തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ. ഒരുതരം കനത്ത ശബ്ദം. വാ പോകാം, അവൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ കാത്തു നിൽക്കാതെ മുമ്പോട്ട് നടന്നു. ഞങ്ങൾ സാധനങ്ങളെല്ലാം വാരിയെടുത്ത് അവൻ്റെ പിന്നാലെ നടന്നു. സാധാരണ കളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞങ്ങൾ ഭയങ്കര ബഹളമാണ്. കളിയെക്കുറിച്ചുള്ള ചർച്ചകൾ, തമാശകൾ, പരദൂഷണങ്ങൾ. പക്ഷേ ഇന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല.
രാഹുലിൻ്റെ മൗനം ഞങ്ങളിലേക്കും പടർന്നതുപോലെ. രാഹുൽ വേഗത്തിലാണ് നടക്കുന്നത്. പാടവരമ്പിലൂടെ അവൻ ഒറ്റയ്ക്ക് മുമ്പേ നടന്നു. അവൻ്റെ നിഴൽ നീണ്ടു കിടക്കുന്നു. ഞാൻ ഓടി അവൻ്റെ ഒപ്പം എത്തി. എടാ, നിനക്ക് ക്ഷീണം വല്ലതുമുണ്ടോ? വെള്ളം വേണോ? ഞാൻ ചോദിച്ചു. അവൻ എൻ്റെ നേരെ നോക്കിയില്ല. മുമ്പോട്ട് തന്നെ നോക്കി നടന്നു. വേണ്ട, ഒറ്റ വാക്ക്. ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഐസ് കട്ട പിടിക്കുന്നത് പോലെ. അത്രയും തണുപ്പ്. വൈകുന്നേരം വരെ കൊടും ചൂടിൽ കളിച്ചതാണ്. ശരീരം ചൂടായിരിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചതുപോലെ തണുത്തിരിക്കുന്നു. നിന്റെ കൈ എന്താടാ ഇത്ര തണുത്തിരിക്കുന്നേ? ഞാൻ ഭയത്തോടെ ചോദിച്ചു. അവൻ പെട്ടെന്ന് കൈ വലിച്ചു മാറ്റി. തണുപ്പോ? നിനക്ക് തോന്നുന്നതാ, അവൻ പറഞ്ഞു. അപ്പോഴും അവൻ എന്നെ നോക്കിയില്ല. അപ്പുവും സുമേഷും പിന്നാലെ എത്തി. എന്താടാ പ്രശ്നം? അപ്പു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞങ്ങൾ പാടം കടന്ന് മെയിൻ റോഡിലേക്ക് കയറി. വഴിവിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തിൽ രാഹുലിനെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഭയം തോന്നി. അവൻ്റെ വസ്ത്രങ്ങളിൽ നിറയെ മണ്ണും ചെളിയും. പുറകിൽ ഷർട്ടിൻ്റെ ഭാഗത്ത് വലിയൊരു കീറൽ. ഷർട്ട് എവിടെ ഉടക്കിയതാ? സുമേഷ് ചോദിച്ചു. രാഹുൽ തൻ്റെ പുറകിൽ തൊട്ടു നോക്കി. അവിടെ മുള്ളിൽ കൊണ്ടതാകും, അവൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവൻ നടക്കുമ്പോൾ അവൻ്റെ കാലൊച്ച കേൾക്കുന്നില്ല. ഞങ്ങളുടെ ചെരുപ്പുകൾ ടാറിട്ട റോഡിൽ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ രാഹുൽ നടക്കുന്നത് ഒരു പൂച്ച നടക്കുന്നത് പോലെയാണ്. ഒരു ശബ്ദവുമില്ല. കവലയിലെത്താറായപ്പോൾ അവിടെയുള്ള ചായക്കടയിൽ നിന്ന് ദാമുവേട്ടൻ വിളിച്ചു. എന്താ പിള്ളേരെ, കളി നേരത്തെ നിർത്തിയോ? ഞങ്ങൾ മറുപടി കൊടുത്തു. പക്ഷെ രാഹുൽ മാത്രം ഒന്നും കേൾക്കാത്തതുപോലെ നടന്നു. സാധാരണ ദാമുവേട്ടനെ കണ്ടാൽ എന്തെങ്കിലും തമാശ പറയുന്നവനാണവൻ. കവലയിൽ വെച്ച് ഞങ്ങൾക്ക് പിരിയണം. രാഹുലിൻ്റെ വീട് ഇടവഴി തിരിഞ്ഞ് കുറച്ച് ദൂരെയാണ്. ഞങ്ങളുടെ വീടുകൾ മെയിൻ റോഡിൻ്റെ വശങ്ങളിലാണ്. എന്നാ നാളെ കാണാം, അപ്പു പറഞ്ഞു. രാഹുൽ ഒന്നും മിണ്ടിയില്ല. അവൻ ഞങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ഇരുളടഞ്ഞ ഇടവഴിയിലേക്ക് തിരിഞ്ഞു നടന്നു. ഇവനെന്താ പറ്റിയേ? വല്ല പ്രേതത്തെയും കണ്ടോ? അപ്പു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആയിരിക്കും, സുമേഷ് പറഞ്ഞു. പക്ഷേ ഞാൻ ചിരിച്ചില്ല. രാഹുൽ ഇരുളിലേക്ക് മറയുന്നതുവരെ ഞാൻ നോക്കി നിന്നു. ഇടവഴിയിലെ വളവ് തിരിയുമ്പോൾ വെളിച്ചം വീഴാത്ത ആ കോണിൽ വെച്ച് അവനൊന്ന് തിരിഞ്ഞു നോക്കി. ആ തെരുവ് വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ടു. അവൻ ചിരിക്കുകയായിരുന്നു. പക്ഷെ അതൊരു സാധാരണ ചിരിയായിരുന്നില്ല. വായ മാത്രം അനങ്ങുന്ന, കണ്ണുകളിൽ ഭാവഭേദമില്ലാത്ത ഒരു വികൃതമായ ചിരി. അടുത്ത നിമിഷം അവൻ മറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ സമയം 7:30 കഴിഞ്ഞിരുന്നു. അമ്മ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താടത്ര വൈകിയേ? പോയി കുളിച്ചിട്ടു വാ. ഞാനൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. വല്ലാത്തൊരു ക്ഷീണം, ശരീരം തളരുന്നതുപോലെ. കുളിമുറിയിൽ ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴും എൻ്റെ ചിന്ത രാഹുലിനെ കുറിച്ചായിരുന്നു. അവൻ്റെ ആ തണുത്ത കൈകൾ, ആ വികൃതമായ ചിരി. എന്താണ് അവിടെ സംഭവിച്ചത്? മരച്ചുവട്ടിൽ വെച്ച് അവനെന്തെങ്കിലും പറ്റിയോ? അതോ അവനെ ആരെങ്കിലും പേടിപ്പിച്ചോ? കുളി കഴിഞ്ഞു വന്ന് ഞാൻ കിടക്കയിലേക്ക് വീണു. ഫാൻ ഫുൾ സ്പീഡിലിട്ടു. പുറത്ത് കാറ്റിൻ്റെ ശബ്ദം കൂടുന്നുണ്ട്. ജനലുകൾ അടയ്ക്കാൻ ഞാൻ മറന്നിരുന്നു. കർട്ടനുകൾ പറക്കുന്നു. ഞാൻ ഫോൺ എടുത്തു. വാട്സപ്പിൽ നോക്കി. ഗ്രൂപ്പിലാരും മെസ്സേജ് അയച്ചിട്ടില്ല. പെട്ടെന്നാണ് ഞാൻ ആ നോട്ടിഫിക്കേഷൻ ബാർ ശ്രദ്ധിച്ചത്. 10 മിസ്ഡ് കോളുകൾ, എല്ലാം ഒരേ നമ്പറിൽ നിന്ന്. രാഹുൽ മൊബൈൽ. ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 20 മിനിറ്റിനുള്ളിലാണ് ഈ കോളുകളെല്ലാം വന്നിരിക്കുന്നത്. ഞങ്ങൾ പിരിഞ്ഞിട്ട് കഷ്ടിച്ച് 15 മിനിറ്റേ ആയിട്ടുള്ളൂ. പിന്നെ എപ്പോഴാണ് അവൻ വിളിച്ചത്? വഴിയിൽ വെച്ചോ? വഴിയിൽ വെച്ച് എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ പോക്കറ്റിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞില്ലേ. എന്തിനവൻ എന്നെ വിളിക്കണം? തൊട്ടു മുമ്പ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ഒരു അസ്വാഭാവികത എനിക്ക് മണത്തു. ഞാൻ വേഗം തിരിച്ചു വിളിച്ചു. റിങ് ചെയ്യുന്നു. 3ാമത്തെ റിങ്. ഫോൺ എടുത്തു. മറുതലയ്ക്കൽ നിശബ്ദത. കാറ്റിൻ്റെ ഇരമ്പം മാത്രം കേൾക്കാം. ഹലോ രാഹുലേ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. ആരോ ശ്വാസം വലിച്ചു വിടുന്ന ശബ്ദം മാത്രം. ഹലോ എടാ, എന്താടാ കാര്യം? നീ എന്തിനാ എന്നെ ഇത്രയും പ്രാവശ്യം വിളിച്ചേ? ഞാൻ ശബ്ദമുയർത്തി. പെട്ടെന്ന് മറുതലയ്ക്കിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ദയനീയമായ, പേടിച്ചരണ്ട ഒരു കരച്ചിൽ.
എടാ അനന്തു. അത് രാഹുലിൻ്റെ ശബ്ദമായിരുന്നു. പക്ഷെ ആ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താടാ നീ നീ എവിടെയാ? ഞാൻ ചോദിച്ചു. എടാ ചതിയാ, നിങ്ങളെന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലേ? അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്കാക്കി പോയെന്നോ? നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, വീട് വരെ. ഞാൻ പറഞ്ഞു. ആരുണ്ടായിരുന്നു എന്ന്? അവൻ അലറിക്കരഞ്ഞു. ഞാനിവിടെ കുറ്റിക്കാട്ടിൽ വീണ് കിടക്കുക. പന്തെടുക്കാൻ വന്നതാ. കാല് തെന്നി തല പാറയിലിടിച്ചു. ബോധം പോയി. ഇപ്പോഴാ കണ്ണു തുറന്നത്. എൻ്റെ തലയിൽ ആരോ ചുറ്റിക കൊണ്ട് അടിച്ചതുപോലെ തോന്നി. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ നീ എന്തായി പറയുന്നത്? നീ പന്തെടുത്ത് തിരിച്ചു വന്നു. നമ്മൾ ഒന്നിച്ച് നടന്നു. നീ കവലയിൽ വെച്ച് പിരിഞ്ഞു. അത് പറയുമ്പോൾ എൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇല്ല, അവൻ കരയുകയായിരുന്നു. ഞാൻ എവിടെയും പോയിട്ടില്ല. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. കാലനങ്ങുന്നില്ല. ചുറ്റും കൂരിരുട്ടാണ്. പിന്നെ എന്തോ ഒന്ന് എന്നെ നോക്കി നിൽക്കുന്നുണ്ട് മരത്തിൻ്റെ മുകളിൽ. അത് കേട്ട് എൻ്റെ തൊണ്ട വരണ്ടു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. രാഹുൽ ഇപ്പോഴും ആ പാലമരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുകയാണെങ്കിൽ ഇത്രയും നേരം ആ പാടത്തു നിന്നും ഞങ്ങളുടെ കൂടെ നടന്നത് ആരാണ്? അല്ലെങ്കിൽ എന്താണ്? എൻ്റെ മുറിയിലെ ജനൽ കർട്ടൻ കാറ്റിൽ ശക്തമായി ആടി. ജനലിനു വെളിയിൽ ഇരുട്ടിൽ 2 കണ്ണുകൾ എന്നെ നോക്കി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഫോണിലൂടെ രാഹുൽ കരയുന്ന ശബ്ദം നേർത്തു വന്നു. അതിനു പകരമായി മറ്റൊരു ശബ്ദം കേട്ടു തുടങ്ങി. ഞാൻ പാടവരമ്പത്ത് വെച്ച് കേട്ട പൂച്ച നടക്കുന്ന ശബ്ദം. പിന്നെ ആ പരുക്കൻ ശബ്ദത്തിൽ ഒരു മന്ത്രണം. ഞാനെത്തി നിന്റെ വീടിൻ്റെ മുറ്റത്ത്. എൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴെ വീണു. എൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയ ഫോൺ തറയിൽ കിടന്ന് വെളിച്ചം പരത്തി. സ്ക്രീനിൽ കോൾ കട്ടായതിൻ്റെ സൂചനയായി. കോൾ എൻ്റെ അടുന്ന് തെളിഞ്ഞു കണ്ടു. മുറിയിലെ ഫാൻ കറങ്ങുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നെഞ്ചിടിപ്പ് ചെവികളിൽ മുഴങ്ങുന്നതുപോലെ തോന്നി. ഞാനെത്തി നിന്റെ വീട്ടുമുറ്റത്ത്. ആ വാക്കുകൾ എൻ്റെ തലച്ചോറിൽ മാറ്റുലി കൊണ്ടു. അത് രാഹുലിൻ്റെ ശബ്ദമായിരുന്നില്ല. രാഹുലിൻ്റെ തൊണ്ടയിൽ നിന്ന് അങ്ങനെയൊരു ശബ്ദം ഒരിക്കലും വരില്ല. അത് മണ്ണിനടിയിൽ നിന്ന് വരുന്നത് പോലെയുള്ള ഈർപ്പം തട്ടിയ പരുക്കൻ ശബ്ദമായിരുന്നു. എനിക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ജനൽ കർട്ടൻ കാറ്റിൽ മെല്ലെ ആടുന്നുണ്ട്. അതിനിടയിലൂടെ പുറത്തെ ഇരുട്ട് മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. എൻ്റെ യുക്തിയും ഭയവും തമ്മിൽ ഒരു യുദ്ധം തന്നെ മനസ്സിനുള്ളിൽ നടക്കുകയായിരുന്നു. രാഹുൽ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാകുമോ? അതോ അവന് വല്ല മാനസിക വിഭ്രാന്തിയും സംഭവിച്ചോ? പക്ഷെ ആ തണുത്ത കൈകൾ, പാടത്തു വെച്ച് എനിക്ക് അനുഭവപ്പെട്ട ആ അസ്വാഭാവികമായ മരവിപ്പ്, അതൊരിക്കലും ഒരു തമാശയാകാൻ വഴിയില്ല. ധൈര്യം സംഭരിച്ച് ഞാൻ ജനലിനടുത്തേക്ക് നീങ്ങി. പുറത്തേക്ക് നോക്കാൻ എനിക്ക് ഭയമായിരുന്നു. എങ്കിലും നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മെല്ലെ കർട്ടൻ മാറ്റി. പുറത്ത് മുറ്റത്ത് തെരുവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം വീണ് കിടപ്പുണ്ട്. വീടിൻ്റെ ഗേറ്റ് അടഞ്ഞു തന്നെ കിടക്കുന്നു. മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ചെമ്പരത്തി ചെടിയുടെ നിഴൽ മുറ്റത്ത് നീണ്ടു കിടക്കുന്നു. ആരുമില്ല. മുറ്റം ശൂന്യമാണ്. എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൻ എന്നെ പറ്റിച്ചതാകും, അല്ലെങ്കിൽ എൻ്റെ തോന്നലാകും. ഞാൻ തിരികെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഞങ്ങളുടെ വളർത്തുനായ ജിമ്മി ഒന്ന് മോങ്ങിയത്. കുരയ്ക്കുകയല്ല, വേദന കൊണ്ടെന്ന പോലെ ഒരു ദയനീയമായ മോങ്ങൽ. അവൻ സിറ്റൗട്ടിൻ്റെ മൂലയിലാണ് കിടക്കാറുള്ളത്. ഞാൻ വീണ്ടും ജനലിലൂടെ നോക്കി. ഇത്തവണ എൻ്റെ നോട്ടം ചെന്നെത്തിയത് ഗേറ്റിൻ്റെ തൂണിന് മറുവശത്തേക്കാണ്. അവിടെ ആ ഇരുളിൽ ഒരാൾ നിൽക്കുന്നു. വ്യക്തമല്ല, പക്ഷേ ആ രൂപം എനിക്ക് പരിചിതമായിരുന്നു. രാഹുൽ. അവൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഗേറ്റിൻ്റെ ഇരുമ്പഴികളിൽ പിടിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു. അവൻ്റെ മുഖമിരുട്ടിലായതുകൊണ്ട് ഭാവം വ്യക്തമല്ല. പക്ഷെ അവൻ്റെ ആ നിൽപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യർ നിൽക്കുന്നത് പോലെയല്ല. ഒരു പാവ അവിടെ ചാരി വെച്ചതുപോലെ. വല്ലാത്തൊരു ചായ്വ്. എൻ്റെ രക്തം മരവിച്ചുപോയി. ഫോണിലൂടെ സംസാരിച്ചത് യഥാർത്ഥ രാഹുലാണെങ്കിൽ, പാടത്തെ കുറ്റിക്കാട്ടിൽ പരുക്കേറ്റ് കിടക്കുന്ന രാഹുൽ സത്യമാണെങ്കിൽ, ഈ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് ആരാണ്? പെട്ടെന്ന് അവൻ തലവെട്ടിച്ചു. എൻ്റെ ജനലിന് നേരെ. ഇരുട്ടിലും ആ കണ്ണുകൾ തിളങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. അവൻ കൈ ഉയർത്തി. വളരെ പതുക്കെ അവൻ എന്നെ മാടി വിളിച്ചു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് മാറി. ജനൽ വലിച്ചടച്ചു കുറ്റിയിട്ടു. ശ്വാസം കിട്ടാതെ ഞാൻ ഭിത്തിയിൽ ചാരി നിന്നു.
ഇത് സ്വപ്നമല്ല, എൻ്റെ തോന്നലുമല്ല. പാടത്തു നിന്ന് എന്തോ ഒന്ന് എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. യഥാർത്ഥ രാഹുൽ അവിടെ പാടത്ത് ആ പാലമരച്ചുവട്ടിൽ ചോര വാർന്നു കിടക്കുകയാകും. അവനെ രക്ഷിക്കണം. പക്ഷേ പുറത്ത് ആ രൂപം നിൽക്കുമ്പോൾ ഞാനെങ്ങനെ പുറത്തിറങ്ങും? ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ തറയിൽ കിടന്ന ഫോൺ എടുത്തു. അപ്പുവിനെ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു. എന്താടാ അനന്തു? അപ്പുവിൻ്റെ ശബ്ദത്തിൽ ഉറക്കച്ചടവുണ്ടായിരുന്നു. അപ്പു, നീ വേഗം വണ്ടിയെടുത്ത് കവലയിലേക്ക് വാ. സുമേഷിനെയും കൂട്ട്. പെട്ടെന്ന് വേണം. ഞാൻ കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്താടാ കാര്യം? സമയം 8:30 ഇനി വല്ല കളിയുമുണ്ടോ? അവൻ തമാശ രൂപേണ ചോദിച്ചു. തമാശയല്ല, രാഹുൽ അപകടത്തിലാണ്. ഞാൻ പറഞ്ഞൊപ്പിച്ചു. എന്ത്? അവൻ വീട്ടിൽ പോയില്ലേ? നിന്റെ കൂടെയല്ലേ അവൻ പോയത്? അവൻ പറഞ്ഞു. അല്ല, എൻ്റെ കൂടെ വന്നത് അവനല്ല. ഞാൻ അലറുകയായിരുന്നു. യഥാർത്ഥ രാഹുൽ ഇപ്പോഴും പാടത്തുണ്ട്. അവൻ അവിടെ വീണ് കിടക്കുക. അവൻ എന്നെ വിളിച്ചിരുന്നു, തല പൊട്ടി ചോരയൊലിപ്പിച്ച് കിടക്കുകയാണെന്ന്. അപ്പുവിൻ്റെ മറുപടിക്ക് ഒരു നിമിഷത്തെ നിശബ്ദതയുണ്ടായി. നീ എന്തൊക്കെയാടായി പറയുന്നത്? കഞ്ചാവ് വല്ലതും അടിച്ചോ? നമ്മൾ അവനെ കവലയിൽ വിട്ടതല്ലേ? എടാ, എനിക്ക് ഭ്രാന്തല്ല. നീ വിശ്വസിക്കേ, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ ആ മറ്റേവൻ നിൽപ്പുണ്ട്. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ. നീ സുമേഷിനെയും കൂട്ടി വേഗം വാ. നമുക്ക് പാടത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ രാഹുൽ അവിടെ കിടന്ന് മരിച്ചു പോകും. എൻ്റെ കരച്ചിൽ കേട്ടിട്ടാകാം അപ്പുവിന് കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. ശരി, ഞാൻ വരാം. നീ പേടിക്കാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കേ. ഞങ്ങൾ ബൈക്കിൽ വരാം. ഫോൺ കട്ട് ചെയ്ത് ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ നിമിഷവും യുഗങ്ങൾ പോലെ തോന്നി. പുറത്ത് ജിമ്മിയുടെ മോങ്ങൽ നിലച്ചിരുന്നു. അതാണെന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത്. അവൻ അവിടെ ഉണ്ടോ? അതോ പോയോ? 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു ബൈക്കിൻ്റെ ഇരമ്പം കേട്ടു. പിന്നാലെ ഹോൺ ശബ്ദം. അപ്പുവും സുമേഷും എത്തിയിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് മുൻവാതിൽ തുറന്നു. സിറ്റൗട്ടിലെ ലൈറ്റ് ഇട്ടു. മുറ്റത്ത് അപ്പുവിൻ്റെ ബൈക്ക് നിൽപ്പുണ്ട്. സുമേഷും കൂടെയുണ്ട്. അവർ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. എവിടെടാ? അപ്പു ചോദിച്ചു. ഞാൻ ഗേറ്റിന് പുറത്തേക്ക് നോക്കി. അവിടെ ആരുമില്ല. ആ രൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. ജിമ്മി അവൻ്റെ കൂടിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ടും അവൻ വാലാട്ടിയില്ല. അവനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിയർത്തു കുളിച്ചിരുന്നു. ആര്? സുമേഷ് സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ കൂടെ വന്ന രാഹുൽ. അല്ലെങ്കിൽ രാഹുലിൻ്റെ രൂപമുള്ള ആ സാധനം, ഞാൻ പറഞ്ഞു. സുമേഷ് അപ്പുവിനെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകളിൽ അവിശ്വാസം നിഴലിച്ചിരുന്നു. നീ വണ്ടിയിൽ കയറ്. നമുക്കാദ്യം പാടത്തേക്ക് പോകാം. രാഹുൽ അവിടെ ഉണ്ടോ എന്ന് നോക്കാം, അപ്പു പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ ഒരു ഗൗരവമുണ്ടായിരുന്നു. എൻ്റെ മാനസികാവസ്ഥ കണ്ട് അവൻ തർക്കിക്കാൻ നിന്നില്ല. ഞാൻ ബൈക്കിൻ്റെ നടുവിൽ കയറി. അപ്പു വണ്ടി തിരിച്ചു. ഞങ്ങൾ പാടത്തേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു. ഗ്രാമത്തിലെ റോഡുകൾ വിജനമായിരുന്നു. ഇടയ്ക്കിടെ ചില വീടുകളിൽ നിന്ന് ടിവിയുടെ ശബ്ദം കേൾക്കാം. തെരുവുവിളക്കുകൾ കണ്ണു ചിമ്മി നിൽക്കുന്ന ആ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ചു മുമ്പ് ഞാൻ രാഹുലിൻ്റെ അതോ ആ രൂപത്തിൻ്റെയോ ഒപ്പം നടന്ന ഓർമ്മ എന്നെ വേട്ടയാടി. അവൻ്റെ കാലൊച്ച കേൾക്കാത്ത നടത്തം, ആ തണുത്ത സ്പർശം, എല്ലാം ഇപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ രോമങ്ങൾ എഴുന്നു നിന്നു. കവല കഴിഞ്ഞ് പാടത്തേക്ക് ഇറങ്ങുന്ന മൺ റോഡിലേക്ക് ബൈക്ക് തിരിഞ്ഞു. അവിടെ വെളിച്ചമില്ല. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന കൈതക്കാടുകൾ. ദൂരെ പാടം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. അവൻ ഫോൺ എടുക്കുന്നുണ്ടോ? അപ്പു ചോദിച്ചു. ഞാൻ രാഹുലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് ആണ്, ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ചാർജ് തീർന്നതാകും. അല്ലെങ്കിൽ... ബാക്കി പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ബൈക്ക് പാടത്തിൻ്റെ അരികിൽ നിർത്തി. ഞങ്ങൾ ഇറങ്ങി. രാത്രിയിൽ പാടത്തിന് വല്ലാത്തൊരു ഭീകരതയുണ്ട്. പകൽ കണ്ട ആ സ്ഥലമേയല്ല ഇത്. ദൂരെ പാലമരം ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന ഒരു ഭീമാകാരനെ പോലെ തോന്നി. ടോർച്ചെടുക്ക്, അപ്പു പറഞ്ഞു. അവൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ചു. ഞങ്ങളും. 3 വെളിച്ചത്തിൻ്റെ വട്ടങ്ങൾ ഇരുട്ടിനെ കീറി മുറിച്ചു. നമുക്ക് നടക്കാം, സൂക്ഷിക്കണം, പാമ്പുണ്ടാകും, സുമേഷ് ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ വരമ്പിലൂടെ നടന്നു. ഉണങ്ങിയ പുല്ലുകൾ കാലിൽ ഉരസുന്ന ശബ്ദം, കാറ്റിൻ്റെ ഇരമ്പം. ദൂരെ പാലമരത്തിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ നടന്നു. രാഹുലേ,
അപ്പു ഉറക്കെ വിളിച്ചു. ആ ശബ്ദം പാടത്ത് മുഴങ്ങി. പക്ഷേ മറുപടിയില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണോ? രാഹുൽ വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ? അവൻ എന്നെ പറ്റിച്ചതാകുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാണം കെടും. പക്ഷേ ആ കോൾ, ആ കരച്ചിൽ, അത് അഭിനയമായിരുന്നില്ല. മരത്തിന് ഏകദേശം 50 മീറ്റർ അകലെ എത്തിയപ്പോൾ സുമേഷ് പെട്ടെന്ന് നിന്നു. അവിടേക്ക് നോക്ക്. അവൻ വിറയ്ക്കുന്ന വിരൽ ചൂണ്ടി. മരത്തിൻ്റെ ചുവട്ടിൽ കുറ്റിക്കാടിനകലെയായി വെളുത്ത എന്തോ ഒന്ന് കിടക്കുന്നു. ഞങ്ങൾ അവിടേക്ക് ഓടി. മുള്ളുകൾ കാലിൽ കൊള്ളുന്നത് ഞങ്ങൾ വകവെച്ചില്ല. ഓടി അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. രാഹുൽ, അവൻ അവിടെ വീണ് കിടക്കുന്നു. ഷർട്ട് കീറിയിട്ടുണ്ട്. തലയുടെ ഒരു ഭാഗത്തു നിന്ന് ചോര ഒലിച്ച് മുഖമാകെ പടർന്നിരിക്കുന്നു. കയ്യിൽ ക്രിക്കറ്റ് ബാറ്റ് മുറുകെ പിടിച്ചിട്ടുണ്ട്. രാഹുലേ! അപ്പു അവൻ്റെ അടുത്തേക്ക് വീണു. രാഹുൽ അനങ്ങുന്നില്ല. അപ്പു അവൻ്റെ കഴുത്തിൽ കൈവച്ച് നോക്കി. ജീവനുണ്ട്, പക്ഷെ പൾസ് കുറവാ. അപ്പു വിളിച്ചു പറഞ്ഞു. വേഗം നമുക്ക് ഇവനെ ആശുപത്രിയിലെത്തിക്കണം. സുമേഷ് അവൻ്റെ കാലിൽ തൊട്ടു നോക്കി. അനന്തു, ഇവൻ്റെ കാല് നോക്ക്, സുമേഷ് ഭയത്തോടെ പറഞ്ഞു. ഞാൻ ടോർച്ച് അങ്ങോട്ടടിച്ചു. അവൻ്റെ വലതുകാൽ വിചിത്രമായ രീതിയിൽ തിരിഞ്ഞിരിക്കുന്നു. വീഴ്ചയിൽ ഒടിഞ്ഞതാണ്. പക്ഷെ അതിനേക്കാൾ ഭയപ്പെടുത്തിയത് അതല്ലായിരുന്നു. അവൻ്റെ കാലിനു ചുറ്റും മണ്ണിൽ നഗ്നമായ കാൽപ്പാടുകൾ. രാഹുലിൻ്റെ ഷൂസ് ഇട്ട കാലുകളല്ല, വേറെ ആരോ അവിടെ നടന്നിട്ടുണ്ട്. ആ കാൽപ്പാടുകൾ മരത്തിൻ്റെ വേരുകൾക്കിടയിൽ നിന്ന് തുടങ്ങി രാഹുൽ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നവസാനിക്കുന്നു. ഇവിടെ ആരോ ഉണ്ടായിരുന്നു, സുമേഷ് മന്ത്രിച്ചു. പെട്ടെന്നാണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു ചിറകടി ശബ്ദം കേട്ടത്. ഞങ്ങൾ 3 പേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു വലിയ മൂങ്ങ അതിൻ്റെ മഞ്ഞക്കണ്ണുകൾ വെട്ടിച്ച് ഞങ്ങളെ നോക്കിയിരിക്കുന്നു. അതൊന്നു മൂളി. ആ ശബ്ദം ഒരു മനുഷ്യൻ മൂളുന്നത് പോലെ എനിക്ക് തോന്നി. വാ, നോക്കി നിൽക്കാതെ എടുക്ക്, അപ്പു അലറി. ഞങ്ങൾ രാഹുലിനെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. സുമേഷും അപ്പുവും കൂടി അവനെ എടുത്തു. ഞാൻ അവരുടെ മുമ്പിൽ ടോർച്ചടിച്ച് വഴി കാണിച്ചു. തിരികെ നടക്കുമ്പോൾ എനിക്ക് തോന്നി ഞങ്ങളുടെ പുറകിൽ ആരോ നടക്കുന്നുണ്ടെന്ന്. ആ പൂച്ച നടപ്പ്, ശബ്ദമില്ലാത്ത കാൽവെപ്പുകൾ. ഞാൻ തിരിഞ്ഞു നോക്കാൻ ഭയന്നു. വെളിച്ചത്തിൻ്റെ വട്ടത്തിനു പുറത്ത് ഇരുട്ടിൽ എന്തോ ഒന്ന് ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിനു മുമ്പിലെ ബെഞ്ചിൽ ഞങ്ങളിരുന്നു. രാഹുലിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർമാർ പരിശോധിക്കുന്നു. അവൻ്റെ അച്ഛനെയും അമ്മയെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പു തലയിൽ കൈവച്ചിരുന്നു. സുമേഷ് ചുമരിലേക്ക് നോക്കിയിരിപ്പാണ്. അപ്പോൾ നീ പറഞ്ഞത് സത്യമായിരുന്നു, അപ്പു പതുക്കെ പറഞ്ഞു. നമ്മൾ കണ്ട രാഹുൽ, നമ്മുടെ കൂടെ നടന്നവൻ, അതാരായിരുന്നു? അറിയില്ല, ഞാൻ പറഞ്ഞു. അത് രാഹുലായിരുന്നില്ല. നമ്മൾ പാടത്തു നിന്ന് മടങ്ങുമ്പോൾ യഥാർത്ഥ രാഹുൽ അവിടെ ചോര വാർന്നു കിടക്കുകയായിരുന്നു. നമ്മുടെ കൂടെ വന്നത്... ഞാൻ പാതിയിൽ നിർത്തി. എന്തിനാ അത് നമ്മുടെ കൂടെ വന്നത്? സുമേഷ് ചോദിച്ചു. നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ. ഉപദ്രവിക്കാനല്ല, അത് നമ്മളെ വഴിതെറ്റിക്കാൻ വന്നതാകും. അല്ലെങ്കിൽ രാഹുലിന് സഹായം കിട്ടാതിരിക്കാൻ. എൻ്റെ തൊണ്ട വറ്റിയിരുന്നു. ആ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നു. രാഹുലിൻ്റെ കൂടെ വന്നവർ ആരാ? ഞങ്ങളാണ് സാർ. അപ്പു എഴുന്നേറ്റു. കുഴപ്പമൊന്നുമില്ല. തലയ്ക്ക് ചെറിയൊരു ക്ഷതമുണ്ട്, കാലിനൊടിവുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ ബോധം പോയതാണ്. ചോര പോയതുകൊണ്ട് ക്ഷീണമുണ്ട്. നാളെയേ ബോധം വരൂ, ഡോക്ടർ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒന്ന് നിർത്തി, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി. പിന്നെ ഒരു കാര്യം കൂടി. ഡോക്ടർ ശബ്ദം താഴ്ത്തി. അവൻ്റെ കഴുത്തിൽ ചില പാടുകൾ കണ്ടു. പാടുകളോ? വീണപ്പോൾ പറ്റിയതാകുമോ? ഞാൻ ചോദിച്ചു. അല്ല, ഡോക്ടർ തലയാട്ടി. അതൊരു വീഴ്ചയിലുണ്ടാകുന്നതല്ല. ആരെങ്കിലും ബലമായി കഴുത്തിലമർത്തിയാൽ ഉണ്ടാകുന്നത് പോലെയുള്ള പാടുകൾ, വിരലടയാളങ്ങൾ പോലെ. പക്ഷേ അദ്ദേഹം ഒന്ന് നിർത്തി. പക്ഷേ ആ വിരലുകൾക്ക് സാധാരണ മനുഷ്യരുടെ വിരലുകളേക്കാൾ നീളമുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. ആരെങ്കിലും അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ഡോക്ടർ പോയി. ഞങ്ങൾ 3 പേരും തറഞ്ഞു നിന്നു. രാഹുൽ വീണതല്ല, അവനെ ആരോ അല്ലെങ്കിൽ എന്തോ തള്ളിയിട്ടതാണ്. കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചതാണ്. അനന്തു, സുമേഷ് എൻ്റെ തോളിൽ തട്ടി. നീ തിരിച്ചു വിളിച്ചപ്പോൾ ആ ഫോൺ എടുത്തത് ആരായിരുന്നു? ഞാൻ ഓർത്തു. ആ കരച്ചിൽ, അത് രാഹുൽ തന്നെയായിരുന്നു. അല്ല, സുമേഷ് പറഞ്ഞു. രാഹുലിന് ബോധമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു.
നാളെയെ ബോധം വരൂ എന്നും. പിന്നെ എങ്ങനെ അവൻ നിന്നെ വിളിക്കും? എൻ്റെ രക്തം വീണ്ടും മരവിച്ചു. ശരിയാണ്, രാഹുൽ അബോധാവസ്ഥയിലായിരുന്നു. പിന്നെ ആരാണ് ഫോൺ എടുത്തത്? ആരാണ് എന്നോട് കരഞ്ഞുകൊണ്ട് സംസാരിച്ചത്? എൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു. ഞാൻ എടുത്തു നോക്കി. സ്ക്രീനിൽ വീണ്ടും ആ പേര് തെളിഞ്ഞു നിന്നു. രാഹുൽ മൊബൈൽ. ഞാൻ ഫോൺ അപ്പുവിന് നേരെ നീട്ടി. അവൻ ഭയത്തോടെ അതിലേക്ക് നോക്കി. ഹോസ്പിറ്റൽ വരാന്തയിലെ നിശബ്ദതയിൽ ആ റിംഗ് ടോൺ ഒരു മരണമണി പോലെ മുഴങ്ങി. ആശുപത്രി വരാന്തയിലെ നീളൻ ട്യൂബ് ലൈറ്റുകൾ മിന്നി പ്രകാശിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അപ്പുവിൻ്റെയും സുമേഷിൻ്റെയും മുഖത്തെ ഭയം എനിക്ക് വ്യക്തമായി കാണാം. എൻ്റെ കയ്യിലിരുന്ന ഫോൺ ഇപ്പോഴും റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മൊബൈൽ. ഓരോ റിങ്ങും എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിക്കുന്നുണ്ടായിരുന്നു. അകത്ത് ICUവിൽ ഒടിഞ്ഞ കാലും പൊട്ടിയ തലയുമായി മയക്കത്തിൽ കിടക്കുന്ന രാഹുൽ. പിന്നെ ആരാണ് ഈ വിളിക്കുന്നത്? എടാ ഫോൺ എടുക്ക്, എന്നിട്ട് ലൗഡിലിട്, സുമേഷ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ വിറയ്ക്കുന്ന വിരൽ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഓൺ ചെയ്തു. ഹലോ. എൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നത് ഒരു നേർത്ത ഞരക്കം പോലെയാണ്. മറുതലയ്ക്കൽ കനത്ത നിശബ്ദത. പക്ഷെ അതൊരു ശൂന്യമായ നിശബ്ദതയായിരുന്നില്ല. സൂക്ഷിച്ചു കേട്ടപ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കാം. ഒരു ഫാൻ കറങ്ങുന്ന കിരുകിരാ ശബ്ദം. പിന്നെ ദൂരെ എവിടെയോ TV പ്രവർത്തിക്കുന്ന ശബ്ദം. വാർത്താവായനയുടെ അവ്യക്തമായ സ്വരം. ഹലോ, ആരാടാ ഇത്? അപ്പു ധൈര്യം സംഭരിച്ച് ചോദിച്ചു. പെട്ടെന്ന് മറുതലക്കിൽ നിന്നൊരു ശ്വാസോച്ഛ്വാസം കേട്ടു തുടങ്ങി. ആർത്തിയോടെ വായു വലിച്ചെടുക്കുന്നത് പോലെ. അത് പതുക്കെ ഒരു ചിരിയിലേക്ക് മാറി. പൊട്ടിച്ചിരിയല്ല, തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്ന അമർത്തിയുള്ള ചിരി. വാതിൽ തുറന്നിട്ടുണ്ട്. ആ പരുക്കൻ ശബ്ദം കേട്ടതും സുമേഷ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് കട്ട് ചെയ്തു. ഞങ്ങൾ 3 പേരും പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. ആ ശബ്ദം അത് രാഹുലിൻ്റേതല്ല. പക്ഷെ ആ പശ്ചാത്തലത്തിൽ കേട്ട ശബ്ദങ്ങൾ, ആ ഫാനിൻ്റെ കിരുകിരാ ശബ്ദം, അത് രാഹുലിൻ്റെ മുറിയിലെ ഫാനിൻ്റെ ശബ്ദമല്ലേ? അപ്പു മന്ത്രിച്ചു. എനിക്ക് ഓർമ്മ വന്നു. രാഹുലിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ആ പഴയ ഫാനിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് ശല്യമായി തോന്നിയിട്ടുണ്ട്. അതിനർത്ഥം ആ സാധനം ഇപ്പോൾ രാഹുലിൻ്റെ വീട്ടിലുണ്ടെന്നാണോ? അപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ പ്രധാന കവാടത്തിലൂടെ രാഹുലിൻ്റെ അമ്മയും അച്ഛനും ഓടി വരുന്നത് കണ്ടു. അമ്മ കരയുന്നുണ്ടായിരുന്നു. അച്ഛനാകെ വെപ്രാളത്തിലാണ്. ഞങ്ങളെ കണ്ടതും അവർ അടുത്തേക്ക് വന്നു. എടാ, എൻ്റെ മോനെവിടെ? അവനെന്താ പറ്റിയേ? അമ്മ എൻ്റെ കൈ പിടിച്ചുലച്ചു. അവൻ ICUവിലാണ് ആൻറ്റി. ഡോക്ടർ പറഞ്ഞു പേടിക്കാനില്ലെന്ന്. ബോധം വീണിട്ടില്ല. ബാക്കി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. വീഴ്ചയിൽ തലയിടിച്ചു, അപ്പു കൂട്ടിച്ചേർത്തു. രാഹുലിൻ്റെ അച്ഛൻ വാസുദേവൻ ചേട്ടൻ ഞങ്ങളെ സംശയത്തോടെ നോക്കി. വീണെന്നോ? എവിടെ വെച്ച്? അതെ അങ്കിൾ, കളിക്കുന്നതിനിടയിൽ പാടത്ത് വെച്ച്. വാസുദേവൻ ചേട്ടൻ നെറ്റി ചുളിച്ചു. കളിക്കുന്നതിനിടയിലോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കളി കഴിഞ്ഞവൻ വീട്ടിൽ വന്നതല്ലേ? അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞങ്ങൾ 3 പേരും തറഞ്ഞുപോയി. വീട്ടിൽ വന്നെന്നോ? ഞാൻ ചോദിച്ചു. പിന്നല്ലാതെ, അമ്മ കണ്ണീരിനിടയിലൂടെ പറഞ്ഞു. 7:30 അവൻ വന്നതാണ്. ഞാൻ അവന് ചായ എടുത്തു കൊടുത്തു. പക്ഷെ അവൻ കുടിച്ചില്ല. വേഗം മുറിയിൽ കയറി വാതിലടച്ചു. ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ പലതവണ വിളിച്ചു. വാതിൽ തുറന്നില്ല. കിടന്നുറങ്ങുകയാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെപ്പോഴവൻ തിരിച്ച് പാടത്തേക്ക് പോയത്? അത് കേട്ട് എൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. യഥാർത്ഥ രാഹുൽ ആ സമയം പാടത്തെ കുറ്റിക്കാട്ടിൽ ബോധമറ്റ് കിടക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നത്, മുറിയിൽ കയറി വാതിലടച്ചത് അതാ അപരനാണ്. ആൻറ്റിക്ക് ഉറപ്പാണോ അത് രാഹുലാണെന്ന്? സുമേഷ് ഭയത്തോടെ ചോദിച്ചു. എടാ, നീ ഇതെന്താ ചോദിക്കുന്നത്? പെറ്റതള്ളയ്ക്ക് സ്വന്തം മോനെ തിരിച്ചറിയില്ലേ? അമ്മയ്ക്ക് ദേഷ്യം വന്നു. അവൻ എൻ്റെ മുമ്പിലൂടെയല്ലേ നടന്നുപോയത്? ആ നീല ഷർട്ടിട്ട്. നീല ഷർട്ട്? രാഹുൽ ഇട്ടിരുന്നത് നീല ഷർട്ടായിരുന്നു. പക്ഷെ ആ പാടത്തവനെ കണ്ടപ്പോൾ ആ ഷർട്ട് കീറിയിരുന്നു. വീട്ടിൽ ചെന്ന രാഹുലിൻ്റെ ഷർട്ട് കീറിയിരുന്നോ? മോനെ, പോലീസുകാർ വിളിച്ചപ്പോഴാ അവൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ വീട്ടിലുള്ളതാരാ? വാസുദേവൻ ചേട്ടൻ്റെ മുഖത്ത് ഭീതി പടർന്നു തുടങ്ങി. ഞാൻ അപ്പുവിനെ നോക്കി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. അങ്കിൾ, ഒരു കാര്യം പറയാനുണ്ട്, അപ്പു പറഞ്ഞു. ഞങ്ങൾ പാടത്തു നിന്ന് രാഹുലിനെ എടുക്കുമ്പോൾ അവിടെ വേറെ ആരുമില്ലായിരുന്നു. പക്ഷേ
അങ്കിൾ പറഞ്ഞതുപോലെ ഒരാൾ ഞങ്ങളുടെ കൂടെ കവല വരെ വന്നിരുന്നു. അത് രാഹുലാണെന്നാണ് ഞങ്ങളും കരുതിയത്. പക്ഷെ അത് രാഹുലല്ലായിരുന്നു. ഞാൻ മുഴുവിപ്പിച്ചു. രാഹുലിൻ്റെ അച്ഛൻ അന്തം വിട്ടു നിന്നു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. നമുക്കൊന്ന് വീട് വരെ പോകണം അങ്കിൾ, ഇപ്പോൾ തന്നെ, ഞാൻ പറഞ്ഞു. ഡോക്ടറോട് സംസാരിച്ച് രാഹുലിൻ്റെ അമ്മയെ അവിടെ നിർത്തിയിട്ട് അച്ഛനെയും കൂട്ടി ഞങ്ങൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പുവിൻ്റെ ബൈക്കിലും അങ്കിളിൻ്റെ സ്കൂട്ടറിലുമായിട്ടാണ് ഞങ്ങൾ പോയത്. സമയം രാത്രി 10 മണിയാകാറായി. ഗ്രാമം ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. പക്ഷെ എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുകയായിരുന്നു. രാഹുലിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ ഒരജ്ഞാത ഭയം എന്നെ വരിഞ്ഞു മുറുകി. വീട് ഇരുട്ടിലാണ്. സിറ്റ് ഔട്ടിലെ ലൈറ്റ് മാത്രം ഇട്ടിട്ടുണ്ട്. മുൻവാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അങ്കിൾ ധൃതിയിൽ വണ്ടി വെച്ചിട്ട് ഓടിപ്പോയി വാതിൽ തുറന്നു. ഞങ്ങൾ പിന്നാലെ കയറി. ഹാളിൽ ആരുമില്ല. TV ഓണാണ്. ശബ്ദം കുറച്ചു വെച്ചിരിക്കുന്നു. വാർത്താ ചാനലിലെ ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. രാഹുലേ, അങ്കിൾ വിളിച്ചു. മറുപടിയില്ല. ഞങ്ങൾ രാഹുലിൻ്റെ മുറിയുടെ വാതിലിന് മുൻപിലെത്തി. വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം വാതിലിൽ തട്ടി. മോനെ രാഹുലേ, വാതിൽ തുറക്ക്. അകത്തുനിന്ന് ഒരു ശബ്ദവുമില്ല. പക്ഷെ നേരത്തെ ഫോണിൽ കേട്ട അതേ ശബ്ദം എനിക്ക് കേൾക്കാം. ആ പഴയ സീലിംഗ് ഫാനിൻ്റെ കിരുകിരാ ശബ്ദം. ഫാൻ ഓണാണ്. ആരോ അകത്തുണ്ട്. വാതിൽ ലോക്ക. അങ്കിൾ പിടിച്ചുലച്ചു നോക്കി. ചവിട്ടി തുറക്കാം, അപ്പു പറഞ്ഞു. ഞങ്ങളെല്ലാവരും ചേർന്ന് വാതിലിൽ തള്ളാൻ തുടങ്ങി. പഴയ തടിവാതിലായതുകൊണ്ട് അധികം ബലം പിടിക്കേണ്ടി വന്നില്ല. മൂന്നാമത്തെ തള്ളിന് പൂട്ടുപൊളിഞ്ഞ് വാതിൽ തുറന്നു. അങ്കിൾ സ്വിച്ച് ഇട്ടു. മുറിയിൽ വെളിച്ചം നിറഞ്ഞു. പക്ഷേ മുറി ശൂന്യമായിരുന്നു. കട്ടിലിൽ ആരുമില്ല. ജനലുകൾ അടഞ്ഞു കിടക്കുന്നു. ഫാൻ മാത്രം മുകളിൽ കറങ്ങുന്നുണ്ട്. ഇവിടെ ആരുമില്ലല്ലോ, സുമേഷ് പറഞ്ഞു. ഞാൻ മുറിയിലേക്ക് കയറി. മേശപ്പുറത്ത് രാഹുലിൻ്റെ പുസ്തകങ്ങൾ അലസമായി കിടക്കുന്നു. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ തറയിലുടക്കി. കട്ടിലിൻ്റെ അടിയിൽ ടൈൽസിൽ ചെളിയുള്ള കാൽപ്പാടുകൾ. അത് നഗ്നമായ കാൽപ്പാടുകളായിരുന്നു. പാടത്തെ ചെളി പുരണ്ട പാടുകൾ. അത് ജനലിൻ്റെ അരികിൽ നിന്ന് തുടങ്ങി കട്ടിലിൻ്റെ അരികിലേക്ക് വന്ന് അവസാനിക്കുന്നു. ഇവിടെ ആരോ ഉണ്ടായിരുന്നു. ഞാൻ അങ്കിളിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അത് കണ്ട് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ? വാതിലടച്ചിട്ടായിരിക്കുമല്ലേ? അപ്പു കട്ടിലിനടുത്തേക്ക് നീങ്ങി. എടാ, ഇവിടെ നോക്ക്, അവൻ വിളിച്ചു. രാഹുലിൻ്റെ തലയണയ്ക്ക് മുകളിൽ എന്തോ വച്ചിരിക്കുന്നു. ഞങ്ങൾ അടുത്തുപോയി നോക്കി. അതൊരു ക്രിക്കറ്റ് ബോളായിരുന്നു. കടും ചുവപ്പ് നിറത്തിലുള്ള പഴയ കോർക്ക് ബോൾ. പക്ഷെ അതിൽ മണ്ണും ചെളിയും മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ പന്തിൽ പറ്റി പിടിച്ചിരുന്ന നനഞ്ഞ മണ്ണിൽ കുറെ വെളുത്ത പൂക്കൾ ഒട്ടിപ്പിടിച്ചിരുന്നു. പാലപ്പൂക്കൾ. ഈ സീസണിൽ പാല പൂക്കാറില്ല. പിന്നെ ഇവിടെ നിന്നാണ് ഈ പൂക്കൾ വന്നത്? ആ മുറിയിൽ പെട്ടെന്ന് പാലപ്പൂവിൻ്റെ രൂക്ഷമായ ഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടിക്കുന്ന ഗന്ധം. ഇത് നമ്മൾ കളിച്ച ബോളാ, സുമേഷ് വിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തിരിച്ചു വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബോൾ. സുമേഷിൻ്റെ ചോദ്യം പ്രസക്തമായി. ഈ ബോൾ ഇവിടെ ഉണ്ടെങ്കിൽ യഥാർത്ഥ രാഹുൽ പാടത്തു നിന്ന് കണ്ടെടുത്ത ബോൾ എവിടെ? അതോ യഥാർത്ഥ രാഹുലിന് ബോൾ കിട്ടിയില്ലേ? അവൻ ബോൾ അന്വേഷിച്ചു പോയപ്പോൾ അവനെ ആക്രമിച്ചത്? എൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അങ്കിളിൻ്റെ ഫോൺ ബെല്ലടിച്ചു. ആശുപത്രിയിൽ നിന്നാണ്. അദ്ദേഹം ഫോൺ എടുത്തു. ഹലോ, എന്താ ഡോക്ടർ? അദ്ദേഹത്തിൻ്റെ മുഖം വിളറി വെളുത്തു. കയ്യിൽ നിന്ന് ഫോൺ വഴുതി പോകാതിരിക്കാൻ അദ്ദേഹം പാടുപെട്ടു. എന്ത്? ഇപ്പോൾ വരാം. ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഞങ്ങളെ നോക്കി. കണ്ണുകളിൽ സങ്കടത്തെക്കാളുപരി ഭയമായിരുന്നു. എന്താ അങ്കിൾ? രാഹുലിന് ബോധം വന്നു, അങ്കിൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവൻ ബഹളം വയ്ക്കുകയാണ്. അവനെ ആരോ പിടിച്ചുകൊണ്ടു പോകാൻ നോക്കുന്നു എന്നും പറഞ്ഞ് അലറിക്കരയുകയാണ്. പിന്നെ അവൻ പറയുന്നു, അവൻ്റെ കൂടെ കളിക്കാൻ വന്നവർ, അതായത് നിങ്ങൾ 3 പേരും മനുഷ്യരല്ലെന്ന്, പാലമരത്തിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നവരാണെന്ന്. ഞാൻ അപ്പുവിനെയും സുമേഷിനെയും നോക്കി. അവരുടെ മുഖത്തും എൻ്റെ അതേ ഭയത്തിൻ്റെ നിഴൽ. യഥാർത്ഥത്തിൽ പാടത്ത് വെച്ച് എന്താണ് സംഭവിച്ചത്? ആരാണ് യഥാർത്ഥ രാഹുൽ? ആരാണ് യഥാർത്ഥ ഞങ്ങൾ? അതോ ആ മരച്ചുവട്ടിലെ ഇരുട്ടിൽ ഞങ്ങളുടെ എല്ലാം ഓർമ്മകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് അണഞ്ഞു. ഫാൻ കറങ്ങുന്നത് നിന്നു.
ഇരുട്ടിൽ മുറിയുടെ മൂലയിൽ നിന്ന് ആ പരുക്കൻ ശബ്ദത്തിലുള്ള ചിരി വീണ്ടും കേട്ടു. ഇത്തവണ അത് ഫോണിലൂടെയല്ല, ഞങ്ങളുടെ തൊട്ടു പിന്നിൽ നിന്ന്. രാഹുലിൻ്റെ മുറിയിലെ വെളിച്ചമണഞ്ഞു. ആ നിമിഷം സമയം നിലച്ചു പോയതുപോലെ തോന്നി. ജനൽപ്പാളികൾക്ക് പുറത്ത് തെരുവിളക്കിൻ്റെ വെളിച്ചം പോലും മുറിയിലേക്ക് കടക്കാത്ത വിധം ഒരു കനത്ത ഇരുട്ട് അവിടെ നിറഞ്ഞു. പിന്നിൽ നിന്ന് കേട്ട ആ ചിരി, അത് മനുഷ്യൻ്റേതായിരുന്നില്ല. ഉണങ്ങിയ ഇലകൾ കാറ്റിൽ ഉരസുന്നതുപോലെയുള്ള ശബ്ദം. പാലപ്പൂവിൻ്റെ രൂക്ഷമായ ഗന്ധം ഞങ്ങളുടെ ശ്വാസകോശങ്ങളെ വരിഞ്ഞു മുറുകി. ആരാവിടെ? വാസുദേവൻ അങ്കിൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടലറി. അദ്ദേഹത്തിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സുമേഷ് എൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് മുറിയുടെ മൂലയിൽ നിന്ന് ഒരു കാറ്റ് ഞങ്ങളുടെ ഇടയിലൂടെ ചീറിപ്പാഞ്ഞു. തണുത്ത ഒരു കാറ്റ്. അതെന്നെ സ്പർശിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപവും എഴുന്നേറ്റ് നിന്നു. അത് വെറും ഒരു കാറ്റല്ല, അതൊരു സാന്നിധ്യമായിരുന്നു. വാതിൽ തുറക്ക്, അപ്പു ഉറക്കെ പറഞ്ഞു. ഞങ്ങൾ വാതിലിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഇരുട്ടിൽ ദിശ തെറ്റിയിരുന്നു. ഞാൻ ഭിത്തിയിൽ തട്ടി. സുമേഷ് മേശപ്പുറത്തെ സാധനങ്ങൾ തട്ടിയിട്ടു. അപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. മുറിയുടെ മൂലയിൽ സീലിങ്ങിനോട് ചേർന്ന് 2 ചുവന്ന പൊട്ടുകൾ. കണ്ണുകൾ. അത് രാഹുലിൻ്റെ മുഖമായിരുന്നില്ല. അതൊരു മുഖമേ ആയിരുന്നില്ല. രൂപമില്ലാത്ത ഒരു കറുത്ത നിഴൽ. അത് ഞങ്ങളെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ ഫോൺ. അങ്കിൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തെളിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫോൺ ഓണാകുന്നില്ല. എൻ്റേതും വർക്കാകുന്നില്ല. സുമേഷ് കരയുന്നത് പോലെ പറഞ്ഞു. ആ നിഴൽ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു. അത് തറയിൽ സ്പർശിച്ചപ്പോൾ മുറിയിലെ തറയോടുകൾ വിറയ്ക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് അദൃശ്യരൂപം അങ്കിളിൻ്റെ നേരെ പാഞ്ഞു. അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് അങ്കിൾ തറയിലേക്ക് വീണു. ആ നിമിഷം പുറത്തെ തെരുവിളക്കിൻ്റെ വെളിച്ചം ജനലിലൂടെ അകത്തേക്ക് അടിച്ചു. കാറ്റടിച്ചപ്പോൾ ജനൽപ്പാളികൾ തുറന്നതാണ്. വെളിച്ചം വീണതും ആ രൂപം ഒരു പുക പോലെ ജനലിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയി. വെളിച്ചം വീണതും ആ രൂപം ഒരു പുക പോലെ ജനലിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയി. ഞങ്ങൾ ഓടിച്ചെന്ന് അങ്കിളിനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹം കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതെൻ്റെ കഴുത്തിൽ പിടിച്ചു. അദ്ദേഹം കഴുത്തിൽ തടവി. അവിടെ ചുവന്ന പാടുകൾ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാളിലെത്തി ലൈറ്റിട്ടു. രാഹുലിൻ്റെ മുറിയിലേക്ക് ഞങ്ങൾ വീണ്ടും നോക്കി. കട്ടിലിലുണ്ടായിരുന്ന ആ ക്രിക്കറ്റ് ബോളും പാലപ്പൂക്കളും കാണാനില്ല. പകരം ടൈൽസിൽ നനഞ്ഞ മണ്ണുകൊണ്ട് എഴുതിയതുപോലെയുള്ള ഒരു അടയാളം മാത്രം. ഒരു വൃത്തവും അതിനുള്ളിൽ ഒരു വിചിത്രമായ ചിഹ്നവും. ഞങ്ങൾ തിരികെ ആശുപത്രിയിലെത്തുമ്പോൾ സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റൽ വരാന്തയിലെ തിരക്ക് ഒഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെ റൂമിലോട്ട് മാറ്റിയിരുന്നു. അവന് ബോധം വന്നെങ്കിലും മയക്കത്തിലാണ്. ഞങ്ങളെ കണ്ടതും ഡോക്ടർ അടുത്തു വന്നു. അവനിപ്പോൾ കുഴപ്പമില്ല, പക്ഷേ മാനസികമായി വല്ലാത്ത ആഘാതത്തിലാണ്. അവൻ പറയുന്നത് പലതും വിഭ്രാന്തിയിലാണ്. നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം, പക്ഷെ അവനെ പേടിപ്പിക്കരുത്. ഞങ്ങൾ റൂമിലേക്ക് കയറി. രാഹുൽ കട്ടിലിൽ കിടക്കുകയാണ്. അവൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, തലയിൽ ബാൻഡേജ്. അവൻ കണ്ണു തുറന്നു. ഞങ്ങളെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൻ പുതപ്പിനുള്ളിലേക്ക് ചുരുങ്ങാൻ ശ്രമിച്ചു. പേടിക്കണ്ടടാ, ഇത് ഞങ്ങളാ, ആനന്ദവും അപ്പുവും സുമേഷും, ഞാൻ പതുക്കെ പറഞ്ഞു. രാഹുൽ ഞങ്ങളെ തുറിച്ചു നോക്കി. നിങ്ങൾ അത് തന്നെയല്ലേ? അല്ലടാ, ഞങ്ങൾ നിന്റെ കൂട്ടുകാരാ. സുമേഷ് അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു. രാഹുൽ കൈ വലിച്ചു മാറ്റി. പിന്നെ ആരായിരുന്നു പാടത്ത്? രാഹുൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഞങ്ങൾ പരസ്പരം നോക്കി. നീ എന്താ ഇവിടെ കണ്ടത്? അപ്പു ചോദിച്ചു. രാഹുൽ ദീർഘശ്വാസമെടുത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ പന്തെടുക്കാൻ കുറ്റിക്കാട്ടിലേക്ക് പോയിരുന്നു. അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. പെട്ടെന്ന് കാൽ വഴുതി ഞാനൊരു കുഴിയിലേക്ക് വീണു. തല പാറയിലിടിച്ചു. വേദന കൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനൊന്നു നിർത്തി. വെള്ളം കുടിച്ചു. അപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി. കുഴിയുടെ വക്കിൽ 3 പേർ നിൽക്കുന്നു. ആനന്ദവും അപ്പുവും സുമേഷും. അത് കേട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങളോ? അതെ, രാഹുൽ പറഞ്ഞു. നിങ്ങൾ 3 പേരും എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ സഹായത്തിന് വിളിച്ചു, പക്ഷേ നിങ്ങൾ അനങ്ങിയില്ല. നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു ചിരിയായിരുന്നു. മനുഷ്യരുടേതുപോലെയല്ല,
വായ ചെവി വരെ നീണ്ട ഒരു ചിരി. എന്നിട്ട് അനന്തുവിൻ്റെ രൂപത്തിലുള്ള ആൾ കുനിഞ്ഞ് എന്നോട് പറഞ്ഞു, നീ ഇവിടെ കിടന്നോ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് പോവുകയാ എന്ന്. എൻ്റെ രക്തം മരവിച്ചു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ 3 പേരും തിരിഞ്ഞു നടന്നു. അപ്പോൾ ഞാൻ കണ്ടു, നിങ്ങൾ നടക്കുമ്പോൾ കാലുകൾ തറയിൽ മുട്ടുന്നില്ല, നിങ്ങൾ വായുവിലൂടെ ഒഴുകുകയായിരുന്നു. എനിക്ക് ബോധം പോയി. പിന്നെ എപ്പോഴോ ബോധം വന്നപ്പോഴാണ് ഞാൻ ഫോണെടുത്ത് അനന്തുവിനെ വിളിച്ചത്. അപ്പോഴും ഞാൻ വിചാരിച്ചത് നിങ്ങളെന്നെ ചതിച്ചതാണെന്നാണ്. ഞാൻ അപ്പുവിനെ നോക്കി. കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോൾ വ്യക്തമായി. ആ പാലമരത്തിലെ ശക്തി, അത് ഞങ്ങളെ മാത്രമല്ല കബളിപ്പിച്ചത്, അത് 2 വേഷം കെട്ടി. ഞങ്ങളുടെ മുന്നിൽ അത് രാഹുലായി വന്നു, രാഹുലിൻ്റെ മുന്നിൽ അത് ഞങ്ങളായി വന്നു. അതിൻ്റെ ലക്ഷ്യം ഞങ്ങളെ പിരിക്കുക എന്നതായിരുന്നു. രാഹുലിനെ അവിടെ ഒറ്റയ്ക്ക് കിട്ടാൻ, അവനെ അവിടെ വെച്ചില്ലാതാക്കാൻ അത് ഞങ്ങളെ പറഞ്ഞു വിട്ടു. രാഹുൽ വീട്ടിലെത്തിയതായി അഭിനയിച്ചത് ഞങ്ങൾ തിരികെ വന്ന് അവനെ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ രാഹുലിന് ബോധം വന്നതും അവൻ എന്നെ വിളിച്ചതുമാണ് അതിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. പിറ്റേന്ന് രാവിലെ പോലീസ് എത്തി. വാസുദേവൻ അങ്കിൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. പക്ഷെ പോലീസിന് കാര്യങ്ങൾക്കൊന്നും വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല. രാഹുലിൻ്റെ മുറിയിൽ കണ്ട മണ്ണും ജനലിലെ അടയാളങ്ങളും ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു. അതൊരു തരം ചതുപ്പ് നിലങ്ങളിൽ കാണുന്ന മണ്ണാണ് എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. പക്ഷെ മുറിയിൽ നിന്ന് കാണാതായ ക്രിക്കറ്റ് ബോളിനെ കുറിച്ച് അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രാഹുലിൻ്റെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. രാഹുലിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് 10 കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് വന്ന ആ കോൾ, രാഹുൽ മൊബൈൽ എന്ന പേരിൽ വന്ന ആ കോൾ ലിസ്റ്റിൽ അങ്ങനെ ഒരു രേഖയേ ഇല്ലായിരുന്നു. സർവീസ് പ്രൊവൈഡർമാരുടെ രേഖകളിൽ ആ സമയത്ത് രാഹുലിൻ്റെ ഫോണിൽ നിന്ന് ഔട്ട് ഗോയിങ് കോളുകൾ ഒന്നും പോയിട്ടില്ല. പിന്നെ ആരാണ് വിളിച്ചത്? ഏത് ടവറിൽ നിന്നാണ് ആ സിഗ്നൽ വന്നത്? ആർക്കും ഉത്തരമില്ലായിരുന്നു. രാഹുലിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിച്ചു. അവന് നടക്കാൻ കുറച്ച് മാസങ്ങൾ വേണ്ടിവരും. അതിനേക്കാളുപരി ആ ഭയത്തിൽ നിന്ന് കരകയറാൻ അവന് എത്ര കാലം വേണ്ടിവരുമെന്ന് ആർക്കും അറിയില്ല. 2 ദിവസത്തിന് ശേഷം ഉച്ചവെയിലിൽ ഞാനും അപ്പുവും സുമേഷും കൂടി ആ പാടത്തേക്ക് പോയി. പകൽ വെളിച്ചത്തിലും ആ പാലമരം ഒരു ഭീകരജീവിയെപ്പോലെ തലയുയർത്തി നിന്നു. രാഹുൽ വീണുകിടന്ന സ്ഥലത്ത് ഞങ്ങളെത്തി. അവിടെ ഉണങ്ങിയ ചോരപ്പാടുകൾ മണ്ണിൽ കറുത്തു കിടപ്പുണ്ടായിരുന്നു. ഇവിടെ നോക്ക്, അപ്പു വിളിച്ചു. കുറ്റിക്കാടിനുള്ളിൽ ഒരു വലിയ വേരിൻ്റെ ഇടുക്കിൽ എന്തോ ഇരിക്കുന്നു. ഞാനൊരു വടി ഉപയോഗിച്ച് അത് പുറത്തേക്കെടുത്തു. അതൊരു ക്രിക്കറ്റ് ബോളായിരുന്നു. ഞങ്ങളന്ന് കളിച്ച, രാഹുൽ അടിച്ചു കളഞ്ഞ ആ ഒറിജിനൽ ബോൾ. അതിൽ പായൽ പിടിച്ചിരുന്നു. പക്ഷെ അത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ രൂപത്തിൽ എൻ്റെ വീട്ടിൽ വന്ന, പിന്നീട് രാഹുലിൻ്റെ മുറിയിൽ കണ്ട പാലപ്പൂക്കൾ ഒട്ടിച്ച ആ പന്ത് അതെവിടെ നിന്ന് വന്നു? ഞാൻ ആ പാലമരത്തിൻ്റെ മുകളിലേക്ക് നോക്കി. കാറ്റില്ലാതിരുന്നിട്ടും അതിൻ്റെ ചില്ലകൾ ഒന്നനങ്ങി. ഇലകൾക്കിടയിൽ നിന്ന് ഒരു മൂങ്ങയുടെ മൂളൽ കേട്ടു. അതിൻ്റെ കൊമ്പിൽ ഒരൊറ്റ പാലപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സീസൺ അല്ലാതിരുന്നിട്ടും വിരിഞ്ഞ ഒരു ഒറ്റപ്പൂവ്. നമുക്ക് പോകാം, സുമേഷ് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങോട്ട് കളിക്കാൻ വരരുത്. ഞങ്ങൾ തിരിഞ്ഞു നടന്നു. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ വെയിലിൻ്റെ ചൂടിലും എൻ്റെ പിരടിയിൽ ഒരു തണുത്ത ശ്വാസം അനുഭവപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എനിക്കറിയാം, തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരും കാണില്ല. പക്ഷെ ആരുമില്ലാത്ത ആ ശൂന്യതയാണ് ഏറ്റവും വലിയ ഭയം. സന്ധ്യ മയങ്ങിയാൽ ആരും ആ പാടത്തേക്ക് ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ ചിലപ്പോൾ തിരിച്ചു വരുന്നത് പോയവർ തന്നെ ആകണമെന്നില്ല.